സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024 ഇത് എല്ലാവർക്കും അർഹതയുള്ളതാണോ എന്നൊക്കെയുള്ളതാണല്ലോ ഒരു അവാർഡ് കഴിയുമ്പം ചർച്ചയിൽ എപ്പോഴും വരുന്നത്. എന്തായാലും ആസിഫ് അലി അർഹനാണോ, മികച്ച നടനുള്ള അർഹനാണോ എന്ന് ചോദിച്ചാൽ ആസിഫ് അലി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 3-4 ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിഗണിച്ചിരുന്നു. ആസിഫ് അലിയെക്കാട്ടി ഒരു 10 മടങ്ങ്, കാരണം ആ ക്യാരക്ടർ കാണുമ്പം, കൊടുവൻ പോറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ കാണുമ്പോൾ ബ്രഹ്മയുദ്ധനകത്ത് മമ്മൂട്ടിയെ കഴിഞ്ഞ് സാധാരണ പ്രേക്ഷകന് പോലും അറിയാം ഇത് മമ്മൂട്ടിക്ക് അർഹനാണ് എന്നുള്ളത്. ചിലപ്പോൾ നാഷണൽ അവാർഡിൽ ചിലപ്പം ഒരിക്കലും പരിഗണിക്കുന്നത് പോലും ഇല്ലായിരിക്കും ഈ ചിത്രം. പകരം ആസിഫ് അലി അർഹനാണ്. അതിനേക്കാട്ടിൽ അർഹനായിട്ടുള്ള ഒരാൾക്കാണ് കിട്ടിയെന്ന് തോന്നി. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. തിരക്കഥയ്ക്ക് മഞ്ഞുമേൽ ബോയ്സിന് കൊടുക്കുന്ന പകരം വേണമെങ്കിൽ കിഷ്കിന്ധ കാണ്ഡത്തിന് തിരക്കഥയ്ക്ക് കൊടുക്കുക. കാരണം നല്ല കെട്ടുറപ്പുള്ള തിരക്കഥയായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ ഘടകം. പിന്നെ ജ്യോതിർമയിക്ക് അവാർഡ് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ അനശ്വരയ്ക്ക് വേണമെങ്കിൽ അവാർഡ് കൊടുക്കാമായിരുന്നു. രേഖാചിത്രം പോലുള്ള ചിത്രങ്ങളിൽ ജ്യോതിർമയിക്ക് അത്യാവശ്യം അത് ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ പിന്നെ പലരും പറയുന്നുണ്ട് വേടൻ അവാർഡ് കൊടുത്തതിൽ താല്പര്യമില്ല. വേടൻ്റെ അവാർഡ് കൊടുത്തതിൽ വേടൻ്റെ പാട്ട് നമ്മൾ മിക്കവാറുള്ളവരെല്ലാം അത് പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ്. അതിനെക്കാട്ടി മോശമായ പാട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ നോക്കണ്ട. പ്രേക്ഷക പ്രീതിയൊക്കെ നേടിയ ഒരു വരികൾക്ക് വേടനെ കൊടുത്തതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമൻസ് ഇടുക. ആർക്കൊക്കെയാണ് ഇത് പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചിലതിനൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻസിൽ ഉറപ്പായിട്ടും പറയുക.